നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. നാളെ ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് അല്ല, ലേൺ പേപ്പേഴ്സ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഈ നമ്മുടെ ഈ ചാനലിൽ കോൾസ് പൊട്ടൊന്നും ഷെയർ ചെയ്യാറില്ല. എനിക്ക് വാട്സപ്പ് ചാനൽ ഓർ ടെലിഗ്രാം ഒന്നും ഇല്ല. ആകെ ഒരു യൂട്യൂബ് ചാനലാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ലേണിംഗ് വീഡിയോസ് ആൻഡ് ലേണിംഗ് ലെവൽസ് മാത്രം ഷെയർ ചെയ്യാറുള്ളൂ ഫോർ ലേണിംഗ്. ഓക്കെ, സോ നമ്മൾ ചാർട്ട് അനാലിസിസ് എടുക്കാം. ഫസ്റ്റ് ചാർട്ട് അനാലിസിസ് ലാസ്റ്റ് വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചാനൽ ആൻഡ് ഇത്രയ്ക്കൊരു ലെവൽ അതിൻ്റെ അകത്ത് തന്നെയാണ് സ്റ്റിൽ മാർക്കറ്റ് അതിൻ്റെ അകത്ത് തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയ്ക്ക് വീഡിയോ ലാസ്റ്റ് വീഡിയോയിൽ ഇത്രയ്ക്ക് ഒരു ലെവൽസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ദെൻ ഇന്ന് നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇന്ന് അബവ് നമ്മൾ സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ട് ഏരിയ ചാനലിൻ്റെ സപ്പോർട്ട് ഏരിയ ആയിരുന്നു. ഇവിടുന്ന് പ്രൈസ് ബൗൺസ് ചെയ്തു, പിന്നെ റിജക്ഷൻ, പിന്നെ ബൗൺസ് ആൻഡ് വീണ്ടും ലാസ്റ്റ് അവിടെ തന്നെയാണ് വന്നേക്കുന്നത്. ഓക്കെ, സോ ഇനി ഓവറോൾ എന്താണ് മാർക്കറ്റ്? ഭയങ്കര കൺസോളിഡേഷനാണ്, ഒത്തിരി കൺസോളിഡേഷൻ നടക്കുന്നുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, ഇനി ഇത്രയും കൺസോളിഡേഷൻ നടക്കുമ്പോഴത്തേക്ക് ടൈം എക്സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം എക്സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മാർക്കറ്റ്. സോ ടൈം എക്സ്പെൻഡിങ് ആണെങ്കിൽ എന്തായിരിക്കും? ഫോർത്ത് വേവ് ആവാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് ഫോർത്ത് വേവിൽ ഏതൊക്കെ പാറ്റേൺസ് ആണ്? നമ്മുടെ രണ്ട് പാറ്റേൺസ്, ട്രയാങ്കിൾ ആൻഡ് 333 കറക്ഷൻ പാറ്റേൺ. യെസ്, ഇതാണ് എനിക്കിപ്പോൾ ഇത് തോന്നുന്നുണ്ട്. ഇത് നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചറിൽ 333 കറക്ഷൻ പാറ്റേൺ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് അതിൻ്റെ വീഡിയോ ഞാൻ പിൻ ചെയ്തേക്കാം. ഓർ നമ്മുടെ ഐ ബട്ടൺ മുകളിൽ ബട്ടൺ ഉണ്ടാവും, അതിൽ ഐ സെക്ഷന് ഐ ബട്ടൺ, കാർഡിൻ്റെ ബട്ടൺ ഉണ്ടാവും. അവിടെ നിന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ നെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് വീഡിയോയിൽ പോകും നമ്മൾ. സോ അവിടെ മസ്റ്റായിട്ട് എല്ലാവരും കൂടി കാണുന്നു 333 കറക്ഷൻ വീഡിയോ. ഓക്കെ, അത് കാണുവാണെങ്കിൽ എക്സാക്ട്ലി പ്രോപ്പർലി എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ റൂൾ പ്രോപ്പർലി അറിയാൻ പറ്റും. എപ്പോഴാണ് ബ്രേക്കൗട്ട് തരും, ഈ പാറ്റേണിൻ്റെ ബ്രേക്കൗട്ട് എപ്പോഴാണ് തരും, അതുകൂടി അതിനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ബ്രേക്കൗട്ട് ഉണ്ടാകും, തീർച്ചയായിട്ടും ബ്രേക്കൗട്ട് തരും അത്. സോ എല്ലാവരും കൂടി ശ്രദ്ധിക്കണം. മാക്സിമം ചാൻസസ് ഉണ്ട് ബ്രേക്കൗട്ട് തരാനുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഈ ഒരു സപ്പോർട്ട് ലൈൻ വരച്ച് വെച്ചോളൂ. ഓക്കെ, ഇത് ഫ്രം നമ്മുടെ ഇവിടെ നിന്നല്ലേ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 1 2 3 ആൻഡ് ഇത് ഇപ്പോൾ 4th ആണ്. എൻ്റെ ഒരു ഇതിൽ ഇപ്പോൾ ഇത് 4th ആണ്. ഓക്കെ, എങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നമ്മുടെ വലിയ വേവ് എടുക്കുക. വീഡിയോ 3 ലോങ് ആക്കണമെങ്കിൽ യെസ്, മാക്സിമം ട്രൈ ചെയ്യും ഷോർട്ട് വീഡിയോ ഉണ്ടാക്കാൻ. ഓക്കെ, സോ ഇത് 1, ഇത് 2, ഇത് 3 ആൻഡ് 4 333 കറക്ഷൻ പാറ്റേൺ. ആൻഡ് ദെൻ ഇവിടുന്ന് പ്രൈസ് ബൂം 5 ഡെവലപ്പ് ചെയ്യാൻ ഉള്ള ചാൻസസ് കൂടുതലാണ്. എപ്പോഴും ഞാൻ റോങ് ആവുക, ഈ ട്രെൻഡ് ലൈൻ ഇപ്പോൾ ഇനി 0 to ഫ്രം ഈ 0 to 2 ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ ഞാൻ അപ്പോൾ നമ്മുടെ അനാലിസിസ് പിന്നെ റോങ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ടാകും. സോ ഇത് പിൻ പോയിൻ്റ് ആയിട്ട് ഇങ്ങനെ മറിച്ച് വെച്ചേക്കണം. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇത് ഇനി പ്രൈസ് ഇതിൻ്റെ ബിലോ ഈ ബ്ലാക്ക് 0 to 2 അതിൻ്റെ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്. ഈ ഒരു ബ്ലാക്ക് ലൈൻ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആക്കിയാൽ ദാറ്റ് മീൻസ് എല്ലാം കാൽക്കുലേഷൻ ഫെയിലാണ്. ദാറ്റ് മീൻസ് പ്രൈസ് ഇനി ബുള്ളിഷ് അല്ല, പിന്നെ പ്രൈസ് മേ ബി ചാൻസസ് ഇൻ ബിയേഴ്സ് കൂടി പോകാനുള്ളത്. ഓക്കെ, സോ അതങ്ങനെയായി. ഇനി നെക്സ്റ്റ് എന്താണ് ഇനി പറയാനുള്ളത്? നമ്മുടെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് മെയിൻ പറയാനുള്ളത് എല്ലാവരും കൂടി ശ്രദ്ധിച്ച് കേൾക്കുക. പ്രൈസിൽ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഈ ഒരു ഇത് കണ്ടോ 333 കറക്ഷൻ ഉണ്ടാക്കാനുള്ള ഫുൾ കാൽക്കുലേഷൻ ഞാൻ നിങ്ങളുടെ കൂടെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ മൂവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 ആൻഡ് എന്താണ് WXYZ ഒക്കെ കാൽക്കുലേഷൻ ബേസ് ഫുള്ള് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രൈസ് പ്രോപ്പർലി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത് ഇവിടെ ഈ ഒരു ലോ ഇത് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടുന്ന് റിവേഴ്സൽ എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇനി താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. അത് എങ്ങനെ? ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഇത് ഫുള്ളി കൗണ്ട് ചെയ്യുന്നത് ഇവിടെ വരെ ഇത് ബിയുടെ ബൗൺസ് ആണ്, ആൻഡ് C ഓൺ ഗോയിങ് ആണ്. സോ ഇനി നെക്സ്റ്റ് നമ്മുടെ ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇനി നെക്സ്റ്റ് നമ്മുടെ ലെവൽസ് വരുന്നത്. ഓക്കെ, സോ പ്രൈസ് 61.80% ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് റിവേഴ്സൽ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് ലാസ്റ്റ് ലെഗാണ്. ഐ ഫീൽ ലാസ്റ്റ് ഫോൾ ആണ്, ഐ തിങ്ക് സോ. ഇതിൻ്റെ കൗണ്ട് പ്രോപ്പർലി നോക്കണം. 8 to 12 കൗണ്ട്സ് ആണ്, 8 to 12 ഫോൾ ആണ്, മൂവ്സ് ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള. സോ അതും പ്രോബ്ലം. പിന്നെ അത് കഴിഞ്ഞ് സപ്പോർട്ട് ഏരിയ നമ്മുടെ സപ്പോർട്ട് സോൺ ഞാൻ വെച്ചിട്ടുള്ളത് പ്രോപ്പർലി തന്നെ അവിടെ തന്നെ സിങ്ക് ആവുന്നുണ്ട് കണ്ടോ. സോ ഇൻ കേസ് പോയ 350 സപ്പോർട്ട് ആൻഡ് 300 ഇവിടെ ഉണ്ട്. ദെൻ 127% ഒക്കെ. സോ ഈ ഒരു ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, 220 ബിലോ പോകാൻ പാടില്ല. പോയാൽ പിന്നെ നല്ല ഒരു ഭംഗിയായി പോകും. പിന്നെ 4th അല്ല, പിന്നെ
മേ ബി ഒരു ഇതായി പോകും. പക്ഷേ ഐ തിങ്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇത് 333 കറക്ഷനാണ്. 333 കറക്ഷൻ ദാറ്റ് മീൻസ് ലാസ്റ്റ് കറക്ഷനാണ് നമ്മൾ പറയുള്ളൂ. 333 കറക്ഷൻ ദാറ്റ് മീൻസ് ലാസ്റ്റ് കറക്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കറക്ഷൻസ് ഉണ്ടാവാറില്ല. പിന്നെ നേരെ ഉടനെ മോസ്റ്റ്ലി ചാൻസസ് ബ്രേക്ക് ഔട്ട് തന്നെ തരുള്ളൂ, ഇതിൻ്റെ ബ്രേക്ക് ഔട്ട്. ഓക്കെ, സോ ഇത് കൗണ്ട് ചെയ്തോളൂ. എത്രയാണ്? 1 2 3 4 5 ഫുൾ പ്രോപ്പർലി കൗണ്ട് ചെയ്യണം. എല്ലാവരും കൗണ്ട് ചെയ്യണം. ആൻഡ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് കൂടി ചെയ്തേക്കണം. അതാണ് കുറച്ചുകൂടി നല്ലത്. അത് ഈ 333 കറക്ഷൻ പാറ്റേൺ ഇതിൻ്റെ ബോട്ടം എങ്ങനെ പിടിക്കണം, എങ്ങനെ ആയിരിക്കും, അതൊക്കെ ഫുൾ പ്രോപ്പർ വീഡിയോ ആണ് ഞാൻ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. പിൻ ചെയ്തേക്കാം ഞാൻ. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തിട്ട് പിൻ ചെയ്തേക്കാം ഞാൻ. ആൻഡ് ഐ ബട്ടണിൽ മുകളിൽ എന്തായാലും ഉണ്ടാകും. ഓക്കെ, സോ ഇതാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കാണുന്നത്. ഇവിടുന്ന് ഫോം ചെയ്തിട്ട് ബോട്ടം ആൻഡ് ദെൻ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ആണ് എനിക്കിപ്പോൾ കാണുന്നത്. ഓക്കെ, വേറെ ചേഞ്ചസ് ഇതിനകത്ത് എനിക്കൊന്നും വരുത്താനില്ല. ബാക്കി ലെവൽസ് അതേപോലെ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് വേഗം ബാനിഫ്റ്റി അനാലിസിസ് കിടക്കാം. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ പ്ലീസ്. ഓക്കെ, ഇനി നമുക്ക് ബാനിഫ്റ്റിയിൽ ഇത്ര ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. യെസ്, എക്സാക്ട്ലി. ബാനിഫ്റ്റിയിൽ വലിയ ഇതൊന്നും കാണുന്നില്ല. ബട്ട് യെസ്, ബാങ്ക് നിഫ്റ്റി ഇനി ഒരു കാര്യം മൗണ്ട്സ് തരാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ഇപ്പം. കാരണം മുമ്പ് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ABC ഡബിൾ ടോപ്പാണ്. അതിൻ്റെ നോക്കുകയാണെങ്കിൽ ഡബിൾ ടോപ്പിൻ്റെ 1 2 3 ഉള്ളൂ. യെസ്, 4 and 5 സ്റ്റിൽ പെൻഡിങ് ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ. അതെങ്ങനെയാണ് നോക്കുന്നത്? എക്സ്റ്റൻഡ് ഫിബൊനാച്ചി എടുക്കുക. ഓക്കെ, ഫ്രം ഈ ബോട്ടം ആൻഡ് ദെൻ യെസ്, ഓക്കെ 200% ഇവിടെ വരുന്നു. സോ 200%, 261.80%. നിഫ്റ്റി ഇവിടെ എവിടെയെങ്കിലും ബോട്ടം ഔട്ട് ആവേണ്ടതാണ്. കൂടുതൽ സമയം എടുത്തു അത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 1 2 3 4 5 5 ഇൻ്റർവൽ മൂവ്സ് ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. സോ എക്സ്റ്റെൻഡ് മേ ബി ഇവിടെ മറ്റേ ഇത് ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. നമ്മുടെ NDNL പാറ്റേൺ സി വേവ് ആണല്ലോ. സോ NDNL പാറ്റേൺ ഫോം ചെയ്യാനുള്ള ചാൻസസ് കാണുന്നുണ്ട് കേട്ടോ. സോ NDNL പാറ്റേണിൻ്റെ ഇൻ്റർവൽ മൂവ്സ് ഒന്ന് കൗണ്ട് ചെയ്യുന്നത് 1 2 3 ആണ്. 4 and 5 ഇനി കൺസൾട്ടേഷൻ ഉണ്ടോ. സോ വെയിറ്റ് ചെയ്യുക ഇന്നത്തെ എന്താണ് ഇത് ഫോം ചെയ്യേണ്ടത്. ബട്ട് ഐ തിങ്ക് NDNL പാറ്റേൺ ഫോം ചെയ്യണ്ടോ ഇല്ലയെന്ന് നോക്കണം. ആൻഡ് ദെൻ ഇവിടെ എവിടെയെങ്കിലും ബോട്ടം ഔട്ട് ആവേണ്ടതാണ്. കൂടുതൽ ഇതിനകത്ത് ഇപ്പോൾ ബോട്ടം ഔട്ട് ആവേണ്ട മീൻസ് ചെറിയ ഒരു ബുക്കിംഗ് വന്നിട്ട് വീണ്ടും പ്രൈസ് പിന്നെ ബൗൺസ്, അല്ലാണ്ട് ഇവിടുന്ന് മുകളിലേക്ക് അടിച്ച് കയറുന്നു അതിന് ഗ്യാരണ്ടി ഇപ്പോൾ ഇല്ല. കാരണം വെച്ചാൽ ഓൾറെഡി ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്, എന്താ മേജർ മൂവ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇവിടുന്ന് ഇനി സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറേണ്ടതാണ് ഇനി. ഓക്കെ, എക്സ്റ്റൻഡ് ഫിബൊനാച്ചി വെച്ച് കാണിച്ചല്ലോ, അതുപോലെ തന്നെ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ എക്സാക്ട്ലി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. ന്യൂ സബ്സ്ക്രൈബേഴ്സ്, ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് എങ്ങനെ പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് ഒരു റാലി, ഹ്യൂജ് റാലി 1500 പോയിൻറ്റ്സിൻ്റെ റാലി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റ് ചെയ്യുന്നു ബാങ്ക് നിഫ്റ്റി, അത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല വെച്ചാൽ ഇതൊരു ടൈം ടേക്കിംഗ് ആണ്, ടൈം എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് പ്രോപ്പർലി ഒന്നും ഇതിനകത്ത് പറയാനില്ല. അപ്പോൾ ബോട്ടം ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ബൗൺസ് നോക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സെൻസെക്സ് പോകാൻ നമുക്ക്. സെൻസെക്സിൽ തന്നെ നിഫ്റ്റിയിലുള്ളത് തന്നെ ആയിരിക്കുള്ളൂ. ഇതിനകത്ത് ഒരു 1 2 3 4 അത് തന്നെ. സോ ഇതിനകത്ത് അങ്ങനെ തന്നെ നിഫ്റ്റിയിലുള്ള പോലെ തന്നെ എക്സ്പാൻഡീവ് ട്രയാങ്കിൾ തന്നെ ഫോം ചെയ്യുക. 333 കറക്ഷനാണ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട്. ഇതും 333 കറക്ഷൻ തന്നെ ആവാനുള്ള ചാൻസസ് ഉണ്ട്, കാണുന്നുണ്ട്. ഓക്കെ, സോ ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബാവ് ഇത് റിജക്ഷനാണ്. ഓക്കെ, റിജക്റ്റ് ചെയ്യുക, അതിനകത്തൊന്നുമില്ല. ആൻഡ് ഇതിൻ്റെയും ഫിബൊനാച്ചി, എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി ഫ്രം ഹിയർ ടു ഇതിങ്ങനെ. ഓക്കെ, കുറച്ച് ചേഞ്ചസ് ഉണ്ട് ഫിബൊനാച്ചി ഇപ്പോൾ ഞാൻ വെച്ച് കാണിച്ചത്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം, അപ്കമിങ് വീഡിയോസിൽ പറയാം എന്താ റീസൺ. ഓക്കെ, സോ ഇത് വെച്ചോളൂ. ഇതിൻ്റെ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് സഡൻ ചിലപ്പോൾ ട്രാപ്പ് ലോ ബ്രേക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ലിക്വിഡ് സ്വീപ്പ് ചെയ്ത് ചിലപ്പോൾ അടിച്ച് കയറ്റാനുള്ള ചാൻസസ്. സോ എൻ്റെ വ്യൂവേഴ്സ് ശ്രദ്ധിച്ച് ഡൗൺ സൈഡ് നോക്കിയിട്ട് വേണം ഡൗൺ സൈഡ് പ്ലേ ചെയ്യാൻ. ഓക്കെ, 333 കറക്ഷൻ ആകുമ്പോഴത്തേക്ക് ചാൻസസ് ഉണ്ട്. ഡൗൺ സൈഡ് സ്കാൽപ്പ് ചെയ്യുക, ചെറിയ സ്കാൽപ്പ് 5-10 പോയിൻറ്റ്സ് വേണമെങ്കിൽ ചെയ്യാം. എൻ്റെ സജഷനാണത്. ഓക്കെ, അപ്സൈഡ് പ്ലേ ചെയ്തു, അപ്സൈഡ്. പക്ഷേ ബോട്ടം ഔട്ട് എല്ലാവർക്കും അറിയാലോ ബോട്ടം ഔട്ട് എങ്ങനെയാവേണ്ടതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പിൻ ചെയ്തേക്കാം, പ്ലീസ് കാണണം. എൻഡിൻ്റെ മറ്റേ 333 കറക്ഷൻ്റെ വീഡിയോ. ഓക്കെ, സോ ഇതിനകത്ത് ബാക്കി ഫോർ ദ ലെവൽസ് ഇപ്പോൾ ഞാൻ ഒന്ന് പറയണ്ടല്ലോ. ഇത്രയാണ് ഇതിൻ്റെ ലെവൽസ്. 50 മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്, യെസ് അത് തന്നെ. ഫ്രീ ബ്രേക്ക് ഔട്ട് ആൻഡ് ദെൻ ഓക്കെ നിഫ്റ്റി മിഡ് ക്യാപ്. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് full trappy and slow. Nifty mid cap 15 minutes time frame. Nifty mid cap കൗണ്ട് ചെയ്യുകയാണെങ്കിൽ
ഫ്രം ഈ ബോട്ടം ഇവിടുന്ന് കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, 1 2 3 4 and 5 ട്രാപ്പിയാണ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. സപ്പോർട്ട് വരുന്നത് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ടിൻ്റെ ഈ ഒരു ഏരിയ. ഓക്കെ, ടൈപ്പ് ഓഫ് ഇൻഡിഗ്നൽ പാറ്റേൺ ഫോം ചെയ്യുന്നത്. സോ അധികം ഇതിൻ്റെ അകത്ത് തന്നെ കടന്ന് കളിക്കാനുള്ള ഒരു പരിപാടിയാണ് എനിക്ക് തോന്നുന്നത്. വലിയ പ്രത്യേകിച്ച് ഇതിനകത്ത് എനിക്ക് കാണുന്നില്ല. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ മാത്രം താഴേക്ക് ഡൗൺ സൈഡ് പ്ലേസ് ചെയ്താൽ മതി. ഈ ഒരു ചാനൽ മീൻസ് നമ്മുടെ ഇൻഡിഗ്നൽ പാറ്റേണിൻ്റെ അതിൻ്റെ കൺസോളിഡേഷൻ ആണ് ഇത്. സ്ലോ അപ്പ് മൂവ് ഡൗൺ സൈഡ് എങ്ങനെ വലിയ ഹ്യൂജ് മൂവ് ഇപ്പോൾ കാണാനില്ല. ഹ്യൂജ് മൂവ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ മാത്രമേ എന്തെങ്കിലും ഹ്യൂജ് മൂവ് ഉള്ളൂ. ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് കയറുവാണെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു മൂവ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് ഇൻറ്റേർണൽ മൂവ്സ് 1 2 3 4 and 5 കൗണ്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇനി സപ്പോർട്ട് എടുക്കുന്നത് ഇവിടുത്തെ ഈ ഹൈ ഇത് വെച്ചിട്ടാണ് ഇത് സപ്പോർട്ട് എടുക്കുന്നത്. കണ്ടോ, അങ്ങനെ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉള്ളൂ, ബൗൺസ് മാത്രമേ ഉള്ളൂ. പ്രോപ്പർ സപ്പോർട്ട് ഇവിടെ തന്നെ എടുക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് പ്രോപ്പർ സപ്പോർട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ പിന്നെ താഴത്തെ ഇവിടെ ഒരു ഈ ഒരു ലെവൽസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.